എല്ലാവർക്കും നമസ്കാരം. ഈ വീഡിയോ പലർക്കും ഉപകാരപ്പെടുന്ന ഒന്നാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഗുരുവായൂരിൽ ഒരുപാട് തിരക്കാണല്ലേ. പല ദിവസങ്ങളിലായിട്ട് പല പല ചാനലുകളിലൂടെയും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ ഗുരുവായൂരിനെക്കുറിച്ച് അറിയാത്ത ആളുകൾ പോലും ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ എന്നുള്ളത്. അറിയാത്തല്ല, ഇതുവരെ വരാത്ത ഒരുപാട് ആളുകളുണ്ടായിരുന്നു ഗുരുവായൂർ വരാത്ത ഭക്തരായിട്ടുള്ള ആളുകളുണ്ടായിരുന്നു. ഇപ്പോൾ സോഷ്യൽ മീഡിയാസിലൂടെയൊക്കെ ഗുരുവായൂരിനെക്കുറിച്ച് കൂടുതൽ കൂടുതൽ അറിഞ്ഞിട്ട് ഗുരുവായൂരിലേക്ക് വരാൻ താല്പര്യപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പം ആദ്യമായിട്ട് വരുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവാത്ത ആളുകൾ ഒരുപാടുണ്ട്. എങ്ങനെയാണ് വരേണ്ടത്, എവിടെ തൊഴണം, എവിടെ താമസിക്കണം, എവിടെ ബസ് ഇറങ്ങണം, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, സംശയമുള്ളവരുണ്ട്, എങ്ങനെയാണ് ചോറൂണ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം ആദ്യമായിട്ട് വരുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ വലിയൊരു പരിചയമൊന്നുമില്ലാത്ത ആളുകൾക്ക് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് കാര്യമായിട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് കുറച്ച് വാക്കുകളിലൂടെ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരികയാണ്. അപ്പോൾ നമ്മൾ KSRTC ബസ്സിനാണ് വരുന്നതെങ്കിൽ നമ്മൾ പടിഞ്ഞാറേ നടയിലാണ് KSRTC ബസ് ഇറങ്ങുക കേട്ടോ. പടിഞ്ഞാറേ നടയിൽ KSRTC ബസ് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ തന്നെ, നിങ്ങൾ ഈ റൂമൊന്നും ബുക്ക് ചെയ്യാത്ത ആളുകളാണെങ്കിൽ അവിടെ തന്നെ പടിഞ്ഞാറേ നടയിൽ തന്നെ കുടുംബശ്രീയുടെ ഡോർമെറ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഫ്രഷ് ആവാനും നിങ്ങളുടെ ബാഗും സാധനങ്ങളൊക്കെ സൂക്ഷിക്കാനും റെസ്റ്റ് എടുക്കാനും ഒക്കെയുള്ള സൗകര്യമുണ്ട്. മണിക്കൂറിനാണ് അവിടെ ചാർജ് ഈടാക്കുന്നത്. വലിയ ചാർജ് ഒന്നുമില്ലാതെ നിങ്ങൾക്ക് സുഖമായിട്ട് ഒരു ദിവസം രാവിലെ വന്നിട്ട് വൈകുന്നേരം അല്ലെങ്കിൽ രാത്രി പോകുന്നവരാണെങ്കിൽ അവിടെ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള എല്ലാ സൗകര്യമുണ്ട്. അപ്പം പടിഞ്ഞാറേ നടയിലാണ്. അപ്പോൾ കിഴക്കേ നടയിലാണ്, മഞ്ജുളാലിൻ്റെ അടുത്താണ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുമായിട്ടും കുടുംബശ്രീയുടെ ഈ സൗകര്യങ്ങളൊക്കെ തന്നെയുണ്ട്. അപ്പം ബസ് ഇറങ്ങുന്ന സ്ഥലം രണ്ടും മനസ്സിലായല്ലോ. KSRTC പടിഞ്ഞാറേ നടയിലും മറ്റേത് കിഴക്കേ നടയിലും മഞ്ജുളാലിൻ്റെ അടുത്തും. അതിന് കുറച്ച് സമീപത്തായിട്ടൊക്കെ തന്നെ റെയിൽവേ സ്റ്റേഷനും വരും. പിന്നെ ഗുരുവായൂരിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ റൂം ബുക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ശ്രദ്ധിക്കുക, എപ്പോഴും ഉച്ചയ്ക്ക് 2 മണി തൊട്ടായിരിക്കും ഓരോ ദിവസത്തെ ചെക്ക് ഇൻ ടൈം നിങ്ങൾക്ക് ഉണ്ടാവുക. അപ്പോൾ രാവിലെ തന്നെ വന്ന ഒരു 11-12 ആകുമ്പോഴേക്ക് എത്തിയിട്ട് റൂമിൽ കയറാമെന്ന് വിചാരിച്ചാൽ പലപ്പോഴും നടക്കില്ല. പിന്നെ റൂം ഒഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ ആ സമയത്തൊക്കെ റൂം കിട്ടുള്ളൂ. ഉച്ചയ്ക്ക് 2 മണി സമയത്തായിരിക്കും നിങ്ങൾക്ക് റൂമിൽ കയറാനുള്ള സൗകര്യം കിട്ടുക. പിന്നെ നിങ്ങൾ കാറുമായിട്ടൊക്കെ വരുന്ന ആളുകളാണെങ്കിൽ ചില ലോഡ്ജുകളിലേക്ക് അല്ലെങ്കിൽ ഹോട്ടലുകളിലേക്ക് നിങ്ങളുടെ കാർ കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പം വിശാലമായിട്ടുള്ള മൾട്ടി ലെയർ കാർ പാർക്കിംഗ് ഉണ്ട്. ഗുരുവായൂർ ദേവസ്വത്തിൻ്റെതായിട്ടുള്ളതുണ്ട്, മുനിസിപ്പാലിറ്റിൻ്റെതായിട്ടുള്ളതുണ്ട്. കൗസ്തുഭത്തിൻ്റെ സൈഡിലുള്ള റോഡിന് സമീപത്തായിട്ട് ആ മൾട്ടി ലെയർ കാർ പാർക്കിംഗ് ഉണ്ട്. സുഖമായിട്ട് നല്ല സേഫായിട്ട് കാർ അവിടെ വെക്കാനും പറ്റും. അപ്പോൾ ആ സംശയം മാറിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. പിന്നെ നിങ്ങൾ റൂം ബുക്ക് ചെയ്യാൻ ഓൺലൈനിൽ ബുക്ക് ചെയ്യാം. പാഞ്ചജന്യത്തിലൊക്കെ ആണെങ്കിൽ ഇപ്പം കുറച്ച് നേരത്തെ തന്നെ ബുക്ക് ചെയ്താൽ ഇപ്പോൾ തിരക്ക് കാരണം വെക്കേഷനൊക്കെ വരാൻ പോവുകയാണ്. അപ്പം അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് ഓൺലൈൻ സൈറ്റിൽ കയറിയിട്ട് ഗുരുവായൂരിൻ്റെ ദേവസ്വത്തിൻ്റെ സൈറ്റിൽ തന്നെ കയറിയിട്ട് ബുക്ക് ചെയ്യണം. കാര്യമായിട്ട് ശ്രദ്ധിക്കുക, ദേവസ്വം ഒരിക്കലും നിങ്ങളോട് വാട്സാപ്പിൽ നിങ്ങളോട് ഡീറ്റെയിൽസ് ഒന്നും ചോദിക്കില്ല. അങ്ങനെ ഏതെങ്കിലും സൈറ്റിൽ നിന്ന് നിങ്ങളോട് ചോദ്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ അത് ഫേക്ക് സൈറ്റുകളായിരിക്കും. ഒരിക്കലും ദേവസ്വത്തിൻ്റെ സൈറ്റിൽ അങ്ങനെയൊന്നുമില്ല. ദേവസ്വത്തിൻ്റെ സൈറ്റിൽ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് കയറിയിട്ട് നിങ്ങൾക്ക് ഫോൺ നമ്പർ ഉപയോഗിച്ച് ലോഗിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് റൂം ബുക്ക് ചെയ്യാനും പുസ്തകങ്ങൾ വാങ്ങാനും ഒക്കെയുള്ള, ദേവസ്വത്തിൻ്റെ പ്രസിദ്ധീകരണങ്ങൾ വാങ്ങാനും ഒക്കെയുള്ള സൗകര്യമുണ്ട്. പിന്നെ നിങ്ങൾ മുനിസിപ്പാലിറ്റി ഓഫീസ്, അത് ഗുരുവായൂർ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിവാഹമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ രജിസ്ട്രേഷനൊക്കെ മഞ്ജുളാലിൻ്റെ പരിസരത്ത് തന്നെയായിട്ട് ഗുരുവായൂർ മുനിസിപ്പലിൻ്റെ ഓഫീസുണ്ട്. സ്മാർട്ടിലൂടെ നിങ്ങൾക്ക് ആ ദിവസം തന്നെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ നടക്കും. ഗുരുവായൂർ വരുമ്പോൾ നിങ്ങൾ ഡീറ്റെയിൽസൊക്കെ കയ്യിൽ കരുതുക, കല്യാണ കത്ത് കരുതുക, പിന്നെ ആധാർ കാർഡ് കരുതുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കയ്യിലുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് രജിസ്ട്രേഷനും നടക്കും. പിന്നെ ഗുരുവായൂർ വന്നതിന് ശേഷം ഉച്ചയ്ക്ക് 2 മണിക്ക് എത്തി നിൽക്കുക. 2 മണിക്ക് എത്തി ഒന്ന് ഫ്രഷ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്നേരം തന്നെ നിങ്ങൾ ക്യൂവിൽ പോയി നിൽക്കുക. നിങ്ങൾ സ്പെഷ്യൽ ദർശനം പൈസ എടുത്തൊക്കെ ആണെങ്കിൽ നെയ്വിളക്ക് ഷീട്ടാക്കി കഴിഞ്ഞാൽ ഉള്ളിൽ പ്രത്യേക വരിയിൽ നിൽക്കാൻ പറ്റും. അല്ലാതെ സാധാരണയായിട്ട് നിൽക്കുന്നതാണെങ്കിൽ കുറച്ച് തിരക്കൊക്കെ ഉണ്ടാവും. ചില സമയത്തൊക്കെ അധിക സമയത്തും ഇപ്പം തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ക്യൂവിൽ നിൽക്കുക. ഒരു 3 മണിക്ക് അങ്ങോട്ട് ക്യൂവിൽ നിന്ന് കഴിഞ്ഞാൽ വൈകുന്നേരം ആണെങ്കിൽ മിക്കവാറും ഒരു 6 മണി 7 മണിയൊക്കെ ആകുമ്പോഴേക്കും, ചിലപ്പോൾ 5:30-6 മണി ആകുമ്പോഴേക്കും തന്നെ നിങ്ങൾക്ക് ഉള്ളിൽ കയറാൻ പറ്റും. ഉള്ളിൽ കയറിയിട്ട് തൊഴുത് പുറത്തിറങ്ങുക വെച്ചാൽ ഏറ്റവും പുറത്തല്ല ഇറങ്ങുക, ചുറ്റമ്പലത്തിൻ്റെ അവിടെ ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് തുലാഭാരം നടത്താനുള്ള ആളുകളാണെങ്കിൽ അവിടെ തന്നെ തുലാഭാരത്തിൻ്റെ കൗണ്ടർ ഉണ്ട്. അവിടെ നോക്കിയാൽ അറിയാം തുലാഭാരത്തിൻ്റെ കൗണ്ടർ. ആ വരിയിൽ നിന്നിട്ട് നിങ്ങൾക്ക് രാത്രിയും പകലും രാവിലെയൊക്കെ തുലാഭാരത്തിനുള്ള സൗകര്യമുണ്ട്. തുലാഭാരത്തിൻ്റെ ഓരോന്നിൻ്റെയും ചാർജ് നിങ്ങൾക്ക് അവിടുത്തെ ബോർഡിലുണ്ടാവും. 1 കിലോയ്ക്ക് ഇത്ര ഓരോന്നിനായിട്ടുള്ള ചാർജ് കൃത്യമായിട്ട് അവിടെ ഉണ്ടാവും. അങ്ങനെ തുലാഭാരം നടത്തിയിട്ട് നിങ്ങൾ പുറത്തിറങ്ങിയിട്ട് നിങ്ങൾക്ക് വൈകുന്നേരം പറ്റുമെങ്കിൽ
മമ്മിയൂർ ക്ഷേത്രത്തിൽ എന്തായാലും പോകണം. രാവിലെയോ വൈകുന്നേരമോ അവിടുന്ന് കൃത്യം 1 കിലോമീറ്റർ നടന്നാൽ മമ്മിയൂരേക്ക് പോവാം. നടക്കാൻ തീരെ ബുദ്ധിമുട്ടുള്ള ആളുകൾക്കാണെങ്കിൽ ഓട്ടോറിക്ഷയിൽ നിങ്ങൾക്ക് കയറിയാൽ മമ്മിയൂരെത്തും. അങ്ങനെ മമ്മിയൂരും പോയിട്ട് തിരിച്ചു വരാം. രാത്രിയും പ്രസാദമൊട്ട് ഉണ്ടാവും കേട്ടോ. രാത്രി ഒരു 7:30 ആകുമ്പോൾ ക്യൂവിൽ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭക്ഷണം കിട്ടും. അതേമാതിരി രാവിലെയും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവും. അതും രാവിലെ ക്യൂവിൽ നിന്നാൽ മതി. പിന്നെ ഉച്ചയ്ക്കുള്ള പ്രസാദം തൊട്ട് ഒരു 10:30 ആകുമ്പോഴേക്കും അതിൻ്റെ വരി തുടങ്ങും. അതും അങ്ങനെ തന്നെ നിങ്ങൾക്ക് കഴിക്കാൻ സാധിക്കും. അപ്പം ആ കാര്യങ്ങളും ആയി. പിന്നെ നിങ്ങൾക്ക് ചോറൂണ് നടത്തുന്ന ആളുകളാണെങ്കിൽ രാവിലെ നിങ്ങൾക്ക് മുകളിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ സൈഡിലുള്ള മാനേജറുടെ ആ റൂമിൻ്റെ ആ മുകളിലാണ് നിങ്ങൾക്ക് ചോറൂണിനുള്ള സൗകര്യം ഉണ്ടാവുക. ഹരിയിലെ എഴുത്തും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ നടക്കും. പിന്നെ സമയാസമയങ്ങളിൽ നിങ്ങൾക്ക് റെസീറ്റുകൾ ഷീട്ടാക്കാനുള്ള പാൽപ്പായസം കിട്ടുന്ന സമയമൊക്കെ അവിടെ ബോർഡിലൊക്കെ കൃത്യമായിട്ട് പ്രദർശിപ്പിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഇതൊക്കെ തൊഴുതിട്ട് പിന്നെ നിങ്ങൾ പോകേണ്ട ഒരു സ്ഥലം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുരുവായൂർ ഗണപതി കോവിലുണ്ട്. അതായത് നിങ്ങളുടെ നമ്മുടെ ഓഡിറ്റോറിയം ഉണ്ടല്ലോ, മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൻ്റെ സൈഡിൽ ഗണപതി കോവിലുണ്ട്. അവിടെ പോയിട്ട് തേങ്ങ ഉടക്കിയ ആ കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഗുരുവായൂർ ബുക്ക് സ്റ്റാൾ അവിടെ തന്നെ ഉണ്ട്. ഗുരുവായൂർ പ്രസിദ്ധീകരണം ഒക്കെ കിഴക്കേ നടയിൽ പ്രസിദ്ധീകരണത്തിൻ്റെ എല്ലാ പ്രസിദ്ധീകരണങ്ങളൊക്കെ അവിടെ നിന്ന് തന്നെ ലഭിക്കും. പിന്നെ നാരായണാലയമുണ്ട്. പിന്നെ നിങ്ങൾക്ക് ആനക്കോട്ടയിൽ പോവാം. അവിടുന്ന് ഓട്ടോയിൽ കയറി കഴിഞ്ഞാൽ ആനക്കോട്ടയിൽ പോയിട്ട് തിരിച്ചു വരാം. നിങ്ങൾ റൂം എടുക്കുന്ന ആളുകളാണെങ്കിൽ ഉച്ച സമയത്ത് അതേ സമയത്ത് തന്നെയാണ്, കയറിയ സമയത്ത് തന്നെയാണ് തിരിച്ചിറങ്ങുകയും ചെക്കൗട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതൊക്കെയാണ് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ രാത്രി റെയിൽവേ സ്റ്റേഷനിൽ തിരുവനന്തപുരത്ത് നിന്നൊക്കെ വരുന്ന ആളുകളാണെങ്കിൽ രാത്രി റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിക്കഴിഞ്ഞാൽ നേരെ വന്നിട്ട് നിങ്ങൾക്ക് ഫ്രഷായിട്ട് തൊഴാൻ നിൽക്കാൻ സാധിക്കും. ഫ്രഷ് ആവാനുള്ള സൗകര്യമൊക്കെ അവിടെ ഉണ്ടാവും. അപ്പോൾ ഇത് ഗുരുവായൂർ ഒന്നും പേടിക്കേണ്ട, നിങ്ങൾക്ക് ധൈര്യമായിട്ട് വരാം. തിരക്ക് പ്രതീക്ഷിക്കണമെന്ന് മാത്രം, തിരക്ക് പ്രതീക്ഷിച്ചും കൊണ്ടുവരിക. പിന്നെ അത്യാവശ്യം പിന്നെ പ്രായമുള്ള ആളുകൾ അല്ലെങ്കിൽ നടക്കാൻ പറ്റാത്ത ആളുകൾക്കൊക്കെ ആണെങ്കിൽ പടിഞ്ഞാറേ നടയുടെ ഗോപുരവാതിൽ അവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീൽ ചെയറിൻ്റെ സൗകര്യം അങ്ങനെ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള സൗകര്യമൊക്കെ കിട്ടും. അത് പക്ഷേ ആ തിരക്കില്ലാത്ത സമയത്ത് അവർ നോക്കി തൊഴുന്നത് വരെ നമ്മൾ കാത്തിരിക്കേണ്ടി വരും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലേ ആർക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതുതായിട്ട് ഇതുവരെ പോയിട്ടില്ല, ഗുരുവായൂർ ഒന്ന് പോകണമെന്നൊക്കെ ചോദിച്ച് ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇതുവരെ ഗുരുവായൂരിലെത്താത്ത ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും കൂടെ ഗുരുവായൂരേക്ക് വരും ഉറപ്പല്ലേ. അപ്പോൾ ഗുരുവായൂരിൽ ഇപ്പോഴുള്ള സൗകര്യങ്ങളൊന്നും പോരാ, അതിൻ്റെ എത്രയോ ഇരട്ടി സൗകര്യങ്ങൾ വേണം. റൂം ലഭ്യമാകുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ ഒരുപാട് റൂമുകൾ നിങ്ങൾക്ക് റൂം എടുക്കാനായിട്ട് പല റൂമുകളുണ്ട്. കുറച്ച് വിട്ടിട്ടായിട്ടുള്ളതുണ്ട്. ഓൺലൈൻ സൈറ്റുകളിലൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. ദേവസ്വത്തിൻ്റെ ഇതുണ്ട്, പ്രൈവറ്റ് റൂമുകളുണ്ട്. അപ്പോൾ അതിലേക്കൊക്കെ ശ്രമിച്ചിട്ട് നിങ്ങൾ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. ബുക്ക് ചെയ്ത് ഫാമിലി ആയിട്ടാണോ വരുന്നതെങ്കിൽ കഴിയുന്നതും ബുക്ക് ചെയ്തിട്ട് വരാൻ ശ്രമിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ ഇത് കുഞ്ഞു വീഡിയോ ചെയ്യണമെന്ന് കുറച്ച് ദിവസമായിട്ട് വിചാരിക്കുന്നു. ഇത് ചെറിയ കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു. നിങ്ങൾക്ക് വരുന്നവർക്ക് ഇത് കേട്ട് കഴിഞ്ഞാൽ ചെറിയൊരു ഐഡിയ കിട്ടും. വലിയ ഐഡിയ അല്ലെങ്കിലും ഗുരുവായൂർ വന്നു കഴിഞ്ഞാൽ ആദ്യമായിട്ട് വരുന്നവർക്ക് എങ്ങനെയൊക്കെ തൊഴാം, എന്ത് ചെയ്യണം എന്നുള്ളത്. പിന്നെ ഭജന ഇരിക്കുന്ന വീഡിയോ ഒക്കെ പല വീഡിയോസും ഉണ്ട്. നമ്മളത് കൃത്യമായിട്ട് ഒരു ദിവസം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. തുലാഭാരത്തിൻ്റെ എല്ലാത്തിൻ്റെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം എല്ലാവർക്കും സന്തോഷമായിട്ടുള്ളൊരു ദിവസം പ്രാർത്ഥിക്കുകയാണ്. പിന്നെ നമ്മളെ ത്രിമധുരത്തിൻ്റെ ആയിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിൽ വേണമെങ്കിൽ ജോയിൻ ബട്ടണിലൂടെ വരാം. നിങ്ങൾക്ക് ഫേസ്ബുക്ക് കമൻറ്റ് ബോക്സിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും. പിന്നെ വേറെ വിശേഷങ്ങളൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. ഹരേ കൃഷ്ണ.